നമസ്കാരം. കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സൗജന്യ യാത്ര കൊടുത്ത് അത് ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പരാമർശം ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോൺ നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ആ പരാമർശം കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഈ വിവാഹത്തിനൊക്കെ ചിലർ ക്ഷണിക്കാൻ വരും. ആ ക്ഷണിക്കാൻ വന്നിട്ട് നിങ്ങൾ കുടുംബസമേതം കല്യാണത്തിന് അല്ലെങ്കിൽ വിവാഹത്തിന് പങ്കെടുക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെടും. അതേ വ്യക്തികൾ തന്നെ പിന്നീട്, അതായത് ഈ ക്ഷണിച്ച് പലരും വീട്ടിൽ നിന്ന് കുടുംബസമേതം പങ്കെടുത്ത് കഴിയുമ്പോൾ, അടുത്ത ബന്ധുക്കളെല്ലാം ചിലപ്പോൾ നാട്ടുകാരായിട്ടുള്ളവർ പങ്കെടുത്ത് കഴിയുമ്പോൾ പിന്നീട് ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓരോ വീട്ടിൽ നിന്ന് 4ഉം 5ഉം വിളിച്ചു എന്ന് കരുതി ഇങ്ങ് കയറി വരികയാണ് എന്ന് പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടപ്പോൾ ഉള്ളിൽ തോന്നിയ അതേ ചളിപ്പാണെന്നിപ്പോൾ ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോൺ സ്ത്രീകളുടെ സൗജന്യ യാത്രയും സർക്കാർ ആശുപത്രികളിൽ ഈ പൈസ കൊടുക്കാനുള്ള മടി കൊണ്ട് അതെല്ലാം അവർ പൂഴ്ത്തി വെച്ചിട്ട് മക്കളെ പ്രൈവറ്റ് സ്കൂളിലെല്ലാം പഠിപ്പിച്ച് സർക്കാർ സ്കൂളിൽ വിടുന്നില്ല, പ്രൈവറ്റ് സ്കൂളിൽ വിടുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ മന്ത്രി പറഞ്ഞ കാര്യം ചിലതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഒരാൾക്ക് സൗജന്യം കൊടുത്തിട്ട് ഒരിക്കലും അത് പറയാൻ പാടില്ല, പ്രത്യേകിച്ച് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക്. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. ഈ സ്ത്രീകൾ ആരും നിങ്ങളോട് അങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടതല്ല സൗജന്യം വേണം എന്നുള്ള കാര്യം. നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാനുള്ള ഷോർട്ട് കട്ടായിട്ട് സ്ത്രീകൾക്ക് മുന്നിൽ വെച്ചൊരു പ്രലോഭന വാചകമാണ് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. കേരളത്തിലുടനീളം എല്ലാ ബസ്സുകളിലും എന്ന് പറഞ്ഞിട്ട് അവരെ വഞ്ചിച്ചത് നിങ്ങളാണ്. പ്രിയദർശിനി ലോക്കൽ ബസ്സുകളിൽ മാത്രമാക്കി. ആ ബസ്സുകളിലാക്കിയതിനു ശേഷം അതിലേക്ക് സ്ത്രീകൾ സൗജന്യ യാത്ര കിട്ടുന്നു എന്നറിഞ്ഞപ്പോൾ അവർ അതിൽ ടിക്കറ്റ് തിരക്കി യാത്ര ചെയ്യുകയാണ്. കാര്യം കയ്യിൽ നിന്ന് കാശ് ചെലവാകാതെ അവർക്ക് സർക്കാർ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിളിച്ചെന്ന് കരുതി ഓടി വന്ന് ഞണ്ണ നാണോ ഇല്ലേ എന്ന അർത്ഥമുള്ള അതേപോലത്തെ വാചകമാണ് സ്ത്രീകളോട് ചോദിക്കുന്നത്. സ്ത്രീകൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പൈസ വെച്ചതിന് ശേഷം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ ചികിത്സയെന്നും പറഞ്ഞ് വന്ന് കിടക്കുകയാണ്. നേരത്തെ തന്നെ ആലോചിക്കുക, ഈ നാട്ടിലെ 3 മേഖലകൾ, പൊതുമേഖലകൾ, അതായത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പൊതുഗതാഗതവും പൊതുജന ആരോഗ്യവും പൊതുവിദ്യാഭ്യാസവും. അത് മന്ത്രി പറയുന്നുണ്ട്, ശരിയാണ്. ഈ 3 ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായി സർക്കാരുകൾ കൈവയ്ക്കാതിരുന്നതാണ്. അതിൽ പൊതുഗതാഗത സംവിധാനം നഷ്ടത്തിലായതുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അനേകം പേരുള്ളത് കൊണ്ട് തന്നെ ആ സിസ്റ്റത്തെ ഒന്ന് നടുനിവർത്തി നിർത്തിയ സന്ദർഭത്തിലാണ് നിങ്ങൾ വന്നിട്ട് സൗജന്യം കൊടുത്താൽ സ്ത്രീകൾ പെട്ടെന്ന് വരും. കാര്യം നമ്മുടെ നാട്ടിൽ ഓഫറുകൾ ഇടുമ്പോൾ സ്ത്രീകൾ പൊതുവെ അട്രാക്ട് ചെയ്യുന്ന മനോഭാവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ ക്ഷണിക്കുകയായിരുന്നു. ക്ഷണിച്ച് വിളിച്ചിരുത്തി ആ ബസ്സിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ അവരെ മുഖത്ത് നോക്കി പറയുമ്പോൾ എന്താണ് ആ മന്ത്രിയെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്? നിങ്ങൾക്ക് ഔദാര്യം തന്നു, അത് കഴിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ആക്ഷേപത്തോടെ ജനങ്ങളോട് സംസാരിക്കുകയാണ്. നാണം കെട്ട വർഗങ്ങൾ, അഭിമാനമില്ലാത്തവർ, സൗജന്യം എന്ന് കേട്ടാൽ എവിടെയും ചെന്ന് തള്ളി കയറിക്കോളും എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ് മന്ത്രി വിരൽ ചൂണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ പറഞ്ഞ കാര്യങ്ങളിൽ ചില റിയാലിറ്റി ഉണ്ട്. പക്ഷേ അത് പറയേണ്ടത് സൗജന്യങ്ങൾ കൊടുത്തത് അവർ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് ഒരാൾക്ക് ആഹാരം കഴിക്കാൻ വാങ്ങിക്കൊടുത്തിട്ട് ആ വാങ്ങി കഴിക്കുന്നത് എൻ്റെ പൈസയ്ക്കാണ് വാങ്ങി അവൻ നക്കിയതെന്ന് പുറത്തിറങ്ങിയ ആൾക്കാരോട് പറയുന്നതിന് തുല്യമാണ് ആ വാചകത്തിലെ അർത്ഥമെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് സൗജന്യം കൈപ്പറ്റിയ സ്ത്രീകൾക്ക് നേരെ പ്രയോഗിച്ചിരിക്കുന്ന ഈ വാചകം അവരുടെ ആത്മാഭിമാനത്തെ തന്നെയാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.